നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. യാത്രക്കാർക്ക് മികച്ച യാത്രാനുഭവം ഒരുക്കുന്നതിനായി ഷാർജ രാജ്യാന്തര വിമാനത്താവളം പുതിയ ഹോം ചെക്ക് ഇൻ സേവനം അവതരിപ്പിച്ചു. ഇതിലൂടെ യാത്രക്കാർക്ക് വീടുകൾ, ഹോട്ടലുകൾ, ജോലിസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് തന്നെ ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയും. പുതിയ സംവിധാനത്തിലൂടെ സമയം ലാഭിക്കാനും യാത്രാ സമ്മർദ്ദം കുറയ്ക്കാനും കഴിയുമെന്ന് അധികൃതർ വ്യക്തമാക്കി. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായി സൗദി തൊഴിൽ വകുപ്പ് നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ജോലി സമയം, വിശ്രമം, ആഴ്ചയിലെ അവധി എന്നിവയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതാണ് പുതിയ നിർദ്ദേശങ്ങൾ. തൊഴിലാളികളുടെ മാനുഷിക അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്ന് അധികൃതർ വ്യക്തമാക്കി. എമിറേറ്റിന്റെ മാനവ വിഭവശേഷി നിയമം വികസിപ്പിക്കുന്നതിനുള്ള പൊതു തത്വങ്ങൾ അജ്മാൻ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗീകാരം നൽകി. ഇതിനെ തുടർന്ന് അജ്മാനിലെ ജീവനക്കാർക്ക് ജോലിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കും. അജ്മാൻ കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് അമ്മാർ ബിൻ ഹുമൈദ് അൽ നുയേമി അധ്യക്ഷനായ കൗൺസിലാണ് ഈ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. വിവിധ സൈനിക വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി ഫീൽഡ് എക്സസൈസ് നടത്താൻ ഒരുങ്ങി UAE. നവംബർ 11 മുതൽ 13 വരെ ദിവസങ്ങളിലാകും ഫീൽഡ് എക്സസൈസ് നടത്തുക. 3 ദിവസത്തെ പരിശീലന പരിപാടിയിൽ സൈനിക വിഭാഗങ്ങൾ, പോലീസ് വാഹനങ്ങൾ, വിമാനങ്ങൾ തുടങ്ങിയവ പങ്കെടുക്കും. ദേശീയ സുരക്ഷാ സംവിധാനങ്ങളുടെ തയ്യാറെടുപ്പും ഏകോപനവും ശക്തിപ്പെടുത്താനാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത് എന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ദുബായിൽ രാജ്യത്തെ പബ്ലിക് സ്കൂളുകളിൽ ഡബിൾ ആബ്സെന്റ് രീതി നടപ്പിലാക്കി വിദ്യാഭ്യാസ വകുപ്പ്. ഈ അധ്യയന വർഷത്തെ ആദ്യ സെമസ്റ്റർ പരീക്ഷകൾ നടക്കാനിരിക്കെയാണ് ഹാജർ നിയമങ്ങൾ ശക്തമാക്കാൻ അധികൃതർ തീരുമാനിച്ചത്. നവംബർ 20 മുതലാണ് സെമസ്റ്റർ പരീക്ഷകൾ ആരംഭിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾ മനഃപൂർവ്വം അവധിയെടുക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ നടപടിയെന്ന് അധികൃതർ വിശദീകരിച്ചു. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സ്.